ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യക്ക് വളരെ നിരാശാജനകമായ ഒരു ദിവസമാണ് കടന്നുപോയത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ത്യയെ പറ്റി പറയുമ്പോൾ, ഇന്ത്യയുടെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. 2021 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു 500 എന്ന് പറയുന്ന ഒരു സ്കോർ ഒരു ഇന്നിങ്സിൽ വഴങ്ങുന്നത്. അപ്പോൾ തന്നെ അറിയാം ഇന്നത്തെ ഇന്ത്യയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അപ്പോൾ ഇന്ത്യക്ക് ഈ മത്സരത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കണം. അതായത് ആദ്യത്തെ സെഷനിൽ തന്നെ, ഇന്നത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ ഒരു ക്വിക്ക് 3-4 വിക്കറ്റ്സ് ഇട്ടിട്ട് മത്സരം തിരികെ പിടിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ തീർച്ചയായിട്ടും ഔട്ട് ബാറ്റ് ചെയ്യുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. കാരണം ഇംഗ്ലണ്ടിന് ഇന്ത്യയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ടെയിലില്ല. അതായത് 11ാമത് ബാറ്റ് ചെയ്യുന്ന ജോഫ്ര ആർച്ചർ വരെ വേണമെങ്കിൽ 2 അടി അടിക്കാൻ കെൽപ്പുള്ള പ്ലെയർ ആണ്. അപ്പോൾ ബാക്കി ഇപ്പോൾ ഷോയബ് ബാഷറിന് പകരം നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിയാം ഡോസൺ ആയാലും അത്യാവശ്യം നല്ല ഓൾറൗണ്ടറാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൊക്കെ യഥേഷ്ടം റൺ സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഡോസൺ. അപ്പോൾ ഡോസന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, ക്രീസിൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഇന്നത്തെ ഒരു സ്റ്റൈല് ഡോസൺ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ ലീഡ് എന്ന് പറയുന്നത് 186 റൺസാണ്. ഇപ്പോൾ അവരുടെ 7 വിക്കറ്റുകളാണ് പോയിട്ടുള്ളത്. ഇപ്പം ക്രീസിലുള്ളത് ബെൻ സ്റ്റോക്സും അതുപോലെ തന്നെ നമ്മുടെ ലിയാം ഡോസണുമാണ്. ഇപ്പോൾ ബെൻ സ്റ്റോക്സ് ഇടയ്ക്കൊന്ന് റിട്ടയർഡ് ആയിട്ട് തിരികെ വന്നിട്ട് വീണ്ടും ബാറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വരാനുള്ളവരായാലും ഈ സീസണിൽ ഈ സീരീസിൽ അത്യാവശ്യം ഒരു 20-30 റൺസ് ഒക്കെ എടുക്കാൻ കെൽപ്പുള്ളവർ തന്നെയാണ്. അങ്ങനെ എടുത്താൽ തന്നെ ഈ ഒരു ലീഡ് 250 കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോറിഡോറിൽ, ആ ഒരു കോർണറിൽ ഒരു ഇന്നിങ്സ് തോൽവി തന്നെ ഇന്ത്യയെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യക്ക് ഒഴിവാക്കാനാകുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയേണ്ടത്, ഈ ദിവസത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജോ റൂട്ടിന്റെ ഒരു 150 തന്നെയാണ്. ഇപ്പോൾ ടെസ്റ്റിലെ റൺ സ്കോറർമാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സച്ചിന് പിന്നിൽ 2ാം സ്ഥാനത്തെത്താൻ നമ്മുടെ ജോ റൂട്ടിനായി. ഇപ്പോൾ ഈ ഒരു വഴിയിൽ നമ്മുടെ മഹാരഥന്മാരായ ലെജൻസ് ആയിട്ടുള്ള ജാക്ക് കാലിസ്, രാഹുൽ ദ്രാവിഡ്, അതുപോലെ തന്നെ റിക്കി പോണ്ടിങ് എന്നിവരെയൊക്കെ മറികടന്നിട്ടാണ് നമ്മുടെ ജോ റൂട്ട് 2ാമത് എത്തിയിരിക്കുന്നത്. ആർഗ്യുബിളി ഈ ഒരു കഴിഞ്ഞ 3-4 വർഷം എടുത്തു കഴിഞ്ഞാൽ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന മറ്റൊരു പ്ലെയർ ഇല്ല ടെസ്റ്റിൽ. ഇപ്പോൾ ജോ റൂട്ട് എന്തുകൊണ്ടും ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹനാണ്. വേണമെങ്കിൽ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന റേറ്റ് വെച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ തന്നെ പിന്തള്ളി 1ാമത് എത്താനും ടോട്ടൽ റൺസിന്റെ കാര്യത്തിൽ ടെസ്റ്റിൽ സാധ്യതയുള്ള പ്ലെയറാണ് ജോ റൂട്ട്. അപ്പോൾ ജോ റൂട്ടിന്റെ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഹൈലൈറ്റ്. പിന്നീട് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയാണ് ആ ന്യൂ ബോൾ കൊണ്ട് വേണ്ട രീതിയിൽ ഇന്ത്യ പന്തെറിഞ്ഞില്ല. ഇന്ത്യ ഇംഗ്ലണ്ടിനെ പോലെ ഫലപ്രദമായിട്ട് പന്തെറിഞ്ഞില്ല. ഇപ്പൊ മാഞ്ചസ്റ്ററിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഫുൾ ആൻഡ് 2 ഷോട്ട് ആയി കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ആ ഒരു ഗുഡ് ലെങ്ത്, ആ ഒരു ഏരിയയിൽ വേണം പന്തെറിയാൻ. ഇപ്പോൾ ലെങ്ത് മാത്രമല്ല, ഇന്ത്യക്കാണെങ്കിൽ ലൈനും പിഴച്ചു. അതായത് ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു 4th സ്റ്റെം ലൈനിനേക്കാൾ ഒന്നെങ്കിൽ അവരെറിയുമ്പോൾ 2 വൈഡ് ഓഫ് 5-ഉം അല്ലെങ്കിൽ 2 ലെഗ്, അതായത് അനായാസം എന്താണ് പാഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റേഴ്സൊക്കെ അനായാസം അത് ബൗണ്ടറി കടത്തും. അങ്ങനെ ആ ഒരു ലൈനിൽ ഇഷ്യൂ വന്നിരുന്നു, അതുപോലെ തന്നെ ലെങ്തിൽ ഇഷ്യൂ വന്നിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കഴിഞ്ഞ ദിവസത്തേക്കാൾ 2ാം ദിവസത്തേക്കാൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് പന്തെറിഞ്ഞത്. പക്ഷേ ഭാഗ്യം എന്തുകൊണ്ടോ ഇന്ത്യയെ തുണച്ചില്ല. അവരുടെ ബാറ്റേഴ്സ് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ കളിച്ചു. അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ജോ റൂട്ടിന്റെ ആ ഒരു സെഞ്ചുറി, ഒരു 150 ഉണ്ട്. അതുപോലെ തന്നെ ഒലി പോപ്പ് നല്ല ഡീസൻ്റ് ആയിട്ട് കളിച്ചു. പിന്നീട് ബെൻ സ്റ്റോക്സ് ഇപ്പോഴും പുറത്താകാൻ നിൽപ്പുണ്ട്. ബെൻ സ്റ്റോക്സ് ഒരു 50 അടിച്ചു. അപ്പോൾ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ട് കളി വീണ്ടും കൈവിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇടയ്ക്കൊരു ഗ്ലിമ്മർ ഓഫ് ഹോപ്പ്, ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണം എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു വാഷിംഗ്ടൺ സുന്ദറാണ് ഒരു അടുത്തടുത്ത് 2 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ട് ആ ഒരു പ്രതീക്ഷ ഇന്ത്യക്ക് നൽകിയത്. പക്ഷെ എന്നാലും പിന്നീട് അവർ വീണ്ടും എന്താണ് ആ ഒരു റൺസ് പൈല് ചെയ്തിട്ട് ഇന്ത്യയെ ഔട്ട് ബാറ്റ് ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ബുംറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ ഈ ഒരു സീരീസിൽ തന്നെ ഏറ്റവും നിറമങ്ങിയ ഒരു പ്രകടനമാണ് ബുംറ കാഴ്ചവെച്ചത്. ഇപ്പോൾ സിറാജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിറാജിന്റെ വർക്ക് ലോഡിനെ വേണ്ടത്ര രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ഈ ഒരു അടുത്ത് ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞിട്ടുള്ളത് സിറാജാണ്. ആ ഒരു ലയൺ ഹാർട്ടഡ് എന്നൊക്കെ പറയുന്ന ആ എഫേർട്ടാണ് സിറാജ് എപ്പോഴും ഇടുന്നതെങ്കിലും സിറാജിന്റെയും ആ ഒരു വർക്ക് ലോഡ് ഭയങ്കരമാണ്. പിന്നീട് അറിയാലോ, ഷർദുൽ താക്കൂർ ആയാലും അൻഷുൽ കമ്പോജ് ആയാലും ആ ഒരു രീതിയിൽ ഇത് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദറിനെ കൊണ്ടുവരാൻ 69ാമത്തെ ഓവർ വരെ കാത്തിരുന്നു. അത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പം ഇവരുടെ ഈ ഒരു ടീമിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫെൻസീവ് ആണ് ടീം. അതായത് ഇപ്പോൾ നമ്മൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു റയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൗളേഴ്സിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ബൗളേഴ്സാണ് നിങ്ങളെ മത്സരം വിജയിപ്പിക്കുക. 20 വിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റേഴ്സിൽ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ, അതായത് ഇപ്പോൾ ഷർദുൽ താക്കൂർ ആയാലും ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. എങ്കിൽ തന്നെയും
ഇപ്പോൾ നമ്മൾ ഈ ഒരു ടീം സെലക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ബോളേഴ്സിനെ എടുക്കുന്നതിന് പകരം അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന അങ്ങനെ ഓൾറൗണ്ടേഴ്സിനെ കുത്തി നിറച്ച് ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാനാണ് ഇനി ശ്രമിക്കുന്നത്. അത് സത്യം പറഞ്ഞ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള ടാക്ടിക്കാണ്. അങ്ങനെ വരുമ്പോഴേക്കും കുൽദീപ് യാദവിനെ പോലെ ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി സ്പിന്നർ, ഒരു നല്ല ഒരു ചൈനാമാൻ ബോളർ പുറത്തിരിക്കേണ്ട അവസ്ഥ. ഇപ്പം കുൽദീപ് യാദവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് പലപ്പോഴും പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു ബോളറാണ് കുൽദീപ് യാദവ്. അപ്പോൾ ആ കുൽദീപിനെ കളിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഇവർക്ക് ഇന്ത്യൻ ടീമിന് ആ ഒരു ഇന്ത്യൻ മാനേജ്മെന്റ് ഇന്ത്യയുടെ ഒരു പ്രോപ്പർ ഇത്ര ബാറ്റേഴ്സ് ഇത്ര ബോളേഴ്സ് എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ബാറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതാണ്. ടു ഡിഫെൻസീവ് ആണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുകയാണ്. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളാണ്. പിന്നീട് ബാക്കപ്പ് ബോളേഴ്സ് ഇല്ല. ഇപ്പം സിറാജും അതുപോലെ തന്നെ ബുംറയും ടയർഡായി കഴിഞ്ഞാൽ അതേ ആ ഒരു ഇന്റൻസിറ്റി നിലനിർത്തി പന്തെറിയാനായിട്ട് ബോളേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ത്യ നേരിടുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു ടെസ്റ്റിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. നമ്മളിപ്പോൾ ഒരു സ്കോർ ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കളി നിർത്തുമ്പോൾ 544-7 എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒലിപ്പോപ്പ് 71 റൺസ് ഉണ്ട്, അതുപോലെ തന്നെ റൂട്ട് 150. ഞാൻ പറഞ്ഞ പോലെ അടുത്തടുത്ത് 2 വിക്കറ്റ്, അതായത് ഒലിപ്പോപ്പിന്റെയും പിന്നീട് ഹാരി ബ്രൂക്ക് ഫെയിലായി. അപ്പോൾ ആ 2 വിക്കറ്റ് ഇട്ടാണ് വാഷിംഗ്ടൺ സുന്ദർ ഒരു പ്രതീക്ഷ നൽകിയത്. പിന്നീട് സ്റ്റോക്സ് പുറത്താവാതെ ബാറ്റ് ചെയ്യുന്നു. പിന്നെ ബുംറയ്ക്ക് കിട്ടിയൊരു വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജെയ്മി സ്മിത്തിന്. അങ്ങനെ ഒരു മൊമെന്റ് ഓഫ് ബ്രില്യൻസ്, ആ ഒരു ഫ്ലിക്കർ ഓഫ് ബ്രില്യൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നല്ലാതെ ബുംറ ഓഫ് കളർ ആയിരുന്നു. പിന്നെ ക്രിസ് വോക്സിന്റെ വിക്കറ്റ് മുഹമ്മദ് സിറാജിന് കിട്ടി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്സ് റിട്ടയർഡ് ഹർട്ടായിട്ട് പോയ സ്റ്റോക്സ് വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും ബാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ അവരുടെ ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ലിയാൻ ഡോസണും ക്രീസിൽ കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്സും ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത്ര അത് കണ്ടത് എഫക്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അപ്പം നാളെ അവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഔട്ട് ബാറ്റ് ചെയ്യുക. ഇപ്പം തന്നെ ലീഡ് 186 ലീഡ് 250 കടത്തുക എന്നുള്ളതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രെഡൻ ഗാർഡ്സ് ബാറ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ ബാറ്റ് ചെയ്യാനുണ്ട്. ഇവർ രണ്ടുപേരും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്നവർ തന്നെയാണ്. പിന്നെ ഈ ക്രീസിൽ നിൽക്കുന്ന ബെൻ സ്റ്റോക്സിന്റെ ഒരു സുവർണ്ണ അവസരമാണ്. അതായത് ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 5 വിക്കറ്റ് ഇട്ടു. അപ്പോൾ ഒരു സെഞ്ചുറി നേടിക്കഴിഞ്ഞാൽ സെഞ്ചുറിയും 5 വിക്കറ്റും നേടുന്ന ഒരു പ്ലെയർ എന്ന ഒരു നേട്ടത്തിലെത്താം. അത് ടെസ്റ്റ് ഹിസ്റ്ററിൽ തന്നെ അറൗണ്ട് 40 പേര് എന്തോ ഒരു നേട്ടത്തിന് അർഹനായിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു നേട്ടം കയ്യെത്തി പിടിക്കാൻ സുവർണ്ണ അവസരമാണ്. ഇനി അതിന് 23 റൺസ് കൂടിയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റോക്സിനെക്കാത്ത് അങ്ങനെ ഒരു റെക്കോർഡ് ഇരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇനിയും എത്രയും പെട്ടെന്ന് അവരുടെ വിക്കറ്റ് ഇടുക, പിന്നീട് എങ്ങനെയെങ്കിലും ഒരു സമനിലയ്ക്കെങ്കിലും ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് വളരെ വളരെ കുറഞ്ഞ സാധ്യതയാണ്. ഒരു ഇന്നിങ്സ് ഡിഫീറ്റിനാണ് സാധ്യത കാണുന്നത്. ഇനി അത് ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തീർത്തും നിരാശ ഉളവാക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള ഈ ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.